അപ്പോൾ നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്തുവാ? ഇവർ 4 നേരം ഭക്ഷണം കഴിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അവർ ഭക്ഷണം കഴിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഓരോ നേരവും ആ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രി അല്ലാതെ ഇട സമയത്തെല്ലാം അവരിങ്ങനെ കയറി ഇറങ്ങി കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. അയ്യോ, നമ്മളിപ്പം എന്തെങ്കിലും കാര്യത്തിന് പുറത്തു പോയി തിരിച്ചു വന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ, 1 മണിക്കൂർ മുന്നേ നമ്മുടെ കുഞ്ഞ് കഴിച്ചായിരുന്നു, നമ്മൾ കഴിക്കുന്ന കാണുമ്പോൾ അവൻ നോക്കുന്നു. നമ്മൾ ചെയ്യുന്നത് അവർ പിള്ളേരെ നോക്കുമല്ലോ, അവൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവന് അര ദോശയോ 1 ദോശയോ അതിൻ്റെ കൂടെ കൊടുക്കാൻ നിൽക്കരുത്. എന്നിട്ട് നമ്മൾ പറയും, അയ്യോ ഉച്ചയ്ക്ക് ഒരു വക എൻ്റെ കുഞ്ഞ് കഴിച്ചില്ലേ, ദൈവമേ ഇവനിക്ക് എങ്ങനെ വളരാനാണോ എന്ന്. അവൻ എങ്ങനെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കും? നമ്മൾ താമസിച്ച് കഴിച്ചെന്ന് പറഞ്ഞ് പിന്നെ ഒരു അര ദോശ അവനെടുത്ത് കൊടുത്തില്ലേ? അങ്ങനെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാക്കണ്ട. രാവിലെ നമ്മൾ കുഞ്ഞുങ്ങൾ കഴിച്ചെങ്കിൽ കഴിച്ചു, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയില്ല, നമ്മൾ കഴിക്കുന്നു. അമ്മ രാവിലെ കഴിച്ചില്ലായിരുന്നു, അല്ലെ അമ്മൂമ്മ രാവിലെ കഴിച്ചില്ലായിരുന്നു, ഇപ്പോഴാണ് കഴിക്കാൻ പറ്റിയ ഇപ്പോൾ കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അവന് കൊതിക്ക് ഒരു വായൊന്നും കൊടുക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ പിന്നെ ഇടയ്ക്കത്തെ സമയത്ത് ഇങ്ങനെ ഫുഡ് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുത്ത് കൺഫ്യൂസ് ചെയ്യിക്കരുത്. കറക്റ്റായിട്ട് വിശക്കണം. ഉച്ചയാകുമ്പോൾ അവർ വിശന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രാങ്കിനെസ് ഇല്ലാതെയും അതും ഇതും വേണമെന്ന് വാശി പിടിക്കാതെയൊക്കെ പിള്ളേർ കഴിക്കുള്ളൂ. വിശന്നിട്ടാണ് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാതെ നമ്മുടെ അമ്മമാരുടെ ആദി അകറ്റാനോ അച്ഛന്മാരുടെ ടെൻഷൻ മാറ്റാനോ കുഞ്ഞു മെലിഞ്ഞിരിക്കുന്നല്ലോ വണ്ണം വെപ്പിച്ച് കളയാനോ ഒന്നും ആയിരിക്കരുത് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ആ നേരത്തെ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക. അങ്ങനെ വേണം ചിന്തിക്കാൻ.